ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ് ആയ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 136 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 3 vertices ഓഫ് ദ റെക്ടാംഗിൾ ഇൻ ദ പിക്ചർ. ഇതാണ് പിക്ചർ. അപ്പം നമുക്ക് ചോദ്യം എത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒറിജിൻ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് 0 0. ഇനി നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കണം. ഇവിടെ എത്രയാണ്, ഈ പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നോക്കിക്കേ, എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്താ ഒരു എളുപ്പ വഴിയുണ്ട്. നോക്കിക്കേ, this line is parallel to y axis, so its x coordinates are equal. ഇവിടെ 4 3 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. x കോർഡിനേറ്റ് 4 ആയിരിക്കും. അവിടെ 4 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് നോക്കിക്കേ, this is parallel to x axis. ഇങ്ങനെ വരുമ്പോൾ horizontal lines are parallel to x axis and vertical lines are parallel to y axis. ഈ ലൈൻ x ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് y കോർഡിനേറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ y കോർഡിനേറ്റ് 3 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. 3. ഇനി x കോർഡിനേറ്റ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. x കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കിയാൽ, ഓക്കെ, ഈ ലൈൻ പാരലൽ ടു y ആക്സിസ്. അപ്പൊ x കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ താഴത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 0 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് എടുത്ത് ഏതൊക്കെയാണ്? 0 0 4 0 ആൻഡ് 0 3. പേരൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ABC എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ A എന്നും B എന്നും C എന്നും പേര് കൊടുത്ത് കോർഡിനേറ്റ് എഴുതാം. ഇവിടെ ഒറിജിൻ ആണ് 0 0. ഇവിടെ പേര് തന്നിട്ടില്ല, ആ കോർഡിനേറ്റ് ആണ് 4 0. നമുക്ക് വേണേൽ പേര് കൊടുക്കാം. ഇവിടെ A എന്നും ഇവിടെ B എന്നും C എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ മാറ്റി എഴുതാം. A 4 0, B തന്നിട്ടുണ്ടായിരുന്നു C 0 3, പിന്നെ ഒറിജിൻ O 0 0. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം. The sides of the rectangle in the picture below are parallel to the axis and the origin is the midpoint. Point of intersection of the diagonals, that is midpoint of the rectangle. What are the coordinates of the other 3 vertices of the rectangle? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ചെയ്യുമ്പോഴും ഞാൻ നല്ലതായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഫിഗർ ആണ് കാണുന്നത്. നോക്കിക്കേ, എക്സ് എക്സ് ഡാഷ് എക്സ് അക്ഷവും വൈ വൈ ഡാഷ് വൈ അക്ഷവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിനെ 4 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഈ വശവും പാരലൽ ടു വൈ ആക്സിസും ഈ 2 വശങ്ങളും പാരലൽ ടു എക്സ് ആക്സിസും. അപ്പൊ ഇവിടെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഭാഗിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും ഭാഗം ഒരു ക്വാഡ്രന്റ്. ആക്സിസ് എന്ന് നോക്കിക്കേ, എക്സ് വൈ എന്നുള്ള ഇത്രയും ഭാഗം ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് ഡാഷ് വൈ എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റ്, എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ളത് തേർഡ് ക്വാഡ്രന്റ്, എക്സ് വൈ ഡാഷ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഈ ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് കോർഡിനേറ്റ്സിന്റെ സൈനും മാറും. എക്സിന്റെയും വൈയുടെയും സൈൻ മാറും. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ടാണ് ഇത് രണ്ടും പോസിറ്റീവ് ആയത്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ ഞാൻ ഇവിടെ എഴുതി തരാം. ഫസ്റ്റ് ക്വാഡ്രന്റില് രണ്ടും പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് എല്ലാം നെഗറ്റീവ്, വൈ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പോൾ എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് എല്ലാം പോസിറ്റീവും വൈ എല്ലാം എന്തായിരിക്കും? ഇങ്ങോട്ടല്ലേ വരുന്ന നെഗറ്റീവുമായി. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ എഴുതാം. ഇവിടെ നോക്കിയാൽ രണ്ടും പോസിറ്റീവ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്.
അപ്പോൾ ഡിസ്റ്റൻസ് ഈ കോർഡിനേറ്റ്സ് എല്ലാത്തിലും 3, 2 തന്നെയാണ്, പക്ഷെ സൈൻ ചേഞ്ചസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് എല്ലാം എന്താണ് നെഗറ്റീവും y പോസിറ്റീവും. അതുകൊണ്ട് നമ്മുടെ ആൻസർ -3, 2. ഈ ക്വാഡ്രന്റിലാണോ രണ്ടും നെഗറ്റീവ്, -3, -2. ഈ ക്വാഡ്രന്റിലോ എക്സ് പോസിറ്റീവ് y നെഗറ്റീവ്. മനസ്സിലായോ? നിങ്ങൾ തന്നെ ഓർത്താൽ മതി, ഇതെല്ലാം പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ കോർഡിനേറ്റ്സ് എല്ലാം എന്താണ് സൈൻ ഒഴിച്ച് ബാക്കി 3, 2 തന്നെ ആയിരിക്കും. യു ഹാവ് ടു പുട്ട് ദ അപ്രോപ്രിയേറ്റ് സൈൻ അക്കോർഡിംഗ് ടു ദ ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പൊ ആൻസേഴ്സ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 3, 2 കഴിഞ്ഞ് അടുത്തത് -3, 2, -3, -2, 3, -2. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ. അവിടെ മെഷർ തന്നിട്ടുണ്ട് 4 എന്ന്. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഒറിജിൻ ആകുമ്പോൾ അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0, 0. ഇവിടെ നമുക്ക് എ എന്ന് പേര് കൊടുക്കാം, ഇവിടെ ബി എന്ന് പേര് കൊടുക്കാം. ഇവിടെ എന്താണ്, ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓൾ 3 sides ആർ ഈക്വൽ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു നമുക്ക് ബി കോർഡിനേറ്റ് കണ്ടുപിടിക്കണേ, നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് 2, ഇത് 2 ആയിരിക്കും. ഇത് എത്ര? 4. ഇതും 4 ആണ്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിന് ഇവിടെ ഡി എന്ന് പേര് കൊടുക്കാം, ബി ഡി കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഒ ബി, ഇവിടെ ഡി ആണ്. ഡിയില് ഇത് 2 ആണ്. ഇതിപ്പം 90, ഇത് 60, ഇത് 30. 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ദ സൈഡ് 1:√3:2. ഇവിടെ നോക്കിക്കേ, 90യുടെ ഓപ്പോസിറ്റ് ഇത് നമുക്കറിയാം 4. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ 2, 2ന് പകരം ഇവിടെ 4. പിന്നെ ഓഡി എന്ന് പറഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ 2. ഓക്കെ, എല്ലാം ഡബിൾ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? 2√3 എന്ന് കിട്ടും. ബി ഡി ഈസ് 2√3. നമുക്ക് ആൻസർ എഴുതാം. ബി ഡിയുടെ ലെങ്ത് 2√3 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോർഡിനേറ്റ് എഴുതാം. എത്രയായിരിക്കും? ദിസ് ഈസ് എക്സ് ആക്സിസ്, വൈ കോർഡിനേറ്റ് 0, ഈ ഡിസ്റ്റൻസ് 4. അപ്പൊ നമ്മുടെ ആൻസർ 40. ഇനി അടുത്തത് ഓ നമുക്ക് തന്നിട്ടില്ല, ഓ എഴുതാം നമുക്ക്, ഒറിജിൻ ആയതുകൊണ്ട് 0, 0. ഇനി ബി നോക്കിക്കേ, ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയുടെ ഡിസ്റ്റൻസും ബി ഡിയുടെ ഡിസ്റ്റൻസും കൂടി ചേരുന്നതാണ്. ഓഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്. ബി ഡി നമുക്ക് കിട്ടി എത്ര? 2√3. അപ്പൊ നമ്മുടെ ആൻസർ 2√3. മനസ്സിലായോ? ഇതാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ ഈ എക്സസൈസിൽ ചെയ്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എക്സസൈസ് തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.